അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ധാരാളമായി സലാത്തുകൾ അധികരിപ്പിക്കേണ്ട മാസമാണ് ശഅബാൻ. ഈ മാസത്തിന്റെ അവസാനമായി അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് ഒരു വലിയൊരു പ്രഭാഷണം നടത്തുകയാ. ആ പ്രഭാഷണത്തിലൂടെ ശഅബാനിന്റെ അവസാന സമയത്ത് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവിടുന്ന് പ്രഭാഷണം നടത്തിയത് എന്താണെന്നറിയുമോ? അല്ലയോ മുഅ്മിനീങ്ങളെ, അതിമഹത്തായ ഒരു മാസം ഇതാ നമ്മിലേക്ക് കടന്നു വരികയാ. അനുഗ്രഹമായ മാസമുണ്ടല്ലോ, അനുഗ്രഹങ്ങൾ കൊണ്ട് തണലിട്ടിരിക്കുന്ന ഒരു അനുഗ്രഹീതമായ മാസം ഇതാ നമ്മിലേക്ക് സമാഗതമാവാൻ പോവുകയാ. അത് അനുഗ്രഹീതമായ ഒരു മാസമാണ്. 1000 മാസത്തേക്കാൾ ഉത്തമമായ ഒരു രാത്രിയുള്ള അനുഗ്രഹങ്ങളുടെ കലവറയായ ഒരു രാത്രിയുള്ള ഒരു മാസമാണ് പരിശുദ്ധമായ റമളാൻ. ആ റമളാൻ ഇതാ നമ്മിലേക്ക് കടന്നു വരാൻ പോവുകയാണെന്ന് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് പരിശുദ്ധമായ അനുഗ്രഹമായി ശഅബാൻ മാസത്തിന്റെ അവസാനമുണ്ടല്ലോ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് ഒരു പ്രഭാഷണം നടത്തിയപ്പോൾ ഈ സമാഗതമാകാൻ പോകുന്ന റമളാനിന്റെ മഹത്വമത പറഞ്ഞു കൊടുക്കുകയാ. അതുകൊണ്ട് പ്രിയമുള്ളവരെ, വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധമായ റമളാനിനെ കുറിച്ച് പറഞ്ഞത് എന്താണെന്നറിയുമോ? കേൾക്കണേ, മനസ്സിലാക്കണേ, പഠിക്കണേ മുഅ്മിനീങ്ങളെ. വിശുദ്ധമായ ഖുർആനിലൂടെ അല്ലാഹു പരിശുദ്ധമായ നോമ്പിനെ കുറിച്ച് അവിടുന്ന് പറഞ്ഞത് എന്താണെന്നറിയുമോ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. മാനവരാശിക്കാകമാന മാർഗദർശനമായ ഏകനായിലാക് അവതരിപ്പിച്ച അന്തിമ വേദഗ്രന്ഥമായ വിശുദ്ധമായ ഖുർആൻ. ആ ഖുർആനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല